ഇപ്പൊ സാക്ഷിയും അവന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ സഹായം ഉണ്ട് അവളെ വിളിച്ചാൽ എന്ന് പറഞ്ഞ് ഫോൺ നമ്പർ കൊടുക്കും. അങ്ങനെ അവൻ ആ നമ്പർ വാങ്ങിച്ചു വെച്ചിട്ട് ഇന്ന് ഇവള് ചെയ്ത സഹായത്തിന് താങ്ക്സ് പറഞ്ഞ് അവളെ പറഞ്ഞയക്കും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ജിൻഹാന് ഷൂട്ടിങ്ങിന് വേണ്ടി പോകുമ്പോഴാണ് അതേ സ്ഥലത്ത് ലീലയും എന്തേലും ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞ് അവൾ അവിടേക്ക് നിൽക്കുന്നത്. അങ്ങനെ ഇവനെ കണ്ട് അവളും ഫേസ് മറച്ച് വയ്ക്കും. അതിനുശേഷം അവന്റെ കൂടെ തന്നെ ആക്ട് ചെയ്യാൻ വേറൊരു ഹീറോയും കാണും. അങ്ങനെ അവനടുത്തേക്ക് വന്നിട്ട് സ്വയം പൊക്കി പറഞ്ഞോണ്ടിരിക്കും, ഷാ എന്തോ ലുക്ക് എന്നെ കാണാൻ, ആ ഡ്രോണും കൊണ്ട് ആരാണ്ട് വീഡിയോ എടുക്കുന്നത്. ഇവന്മാരിങ്ങനെ പോയി ഹെലികോപ്റ്ററും കൊണ്ട് വരുമല്ലോ നേരെ. ഏതിന് അവരൊക്കെ ആ ഡ്രോണിനെ പറഞ്ഞിടന്ന് നോക്കുമ്പോഴാണ് ജിൻഹാനും അവന്റെ ഡ്രോൺ എടുത്ത് ഈ സംഭവം ആരാ കൺട്രോൾ ചെയ്യുന്നത് നോക്കും. അപ്പോഴാണ് പുറത്താരണ്ട് ഈ ഡ്രോൺ കൺട്രോൾ ചെയ്യുന്നത് നോക്കിയിട്ട് ജിൻഹാൻ സെക്യൂരിറ്റി അവിടെയൊക്കെ പറഞ്ഞേക്കും. അതിനുശേഷം ഇവരുടെ ഷൂട്ടിംഗ് തുടങ്ങുമ്പോഴാണ് ഡയറക്ടറും സപ്പോർട്ട് റോളിന് ഒരു 4 പെമ്പിള്ളേരെ അവിടെ നിർത്തും. അതിനകത്ത് നമ്മുടെ ലീലയുണ്ട്. അപ്പോഴാണ് ജിൻഹാനും അവിടുത്തെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് ഈ സീനി സപ്പോർട്ട് റോൾ ഇല്ലാത്ത നല്ല ഫീല് കിട്ടുന്നതെന്ന് പറഞ്ഞ് അവരെയൊക്കെ പറഞ്ഞേക്കാൻ പറയും. അതിനുശേഷം ഡയറക്ടറും അവിടേക്ക് 4 പെമ്പിള്ളേരെയും പുറത്തേക്ക് പറഞ്ഞേക്കും. അപ്പോഴാണ് ഇത് കണ്ട് മറ്റവനും എന്താ പറ്റിയാടാ ജിൻഹാൻ, നിനക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ, നമുക്ക് കുറച്ച് സ്പേസ് കിട്ടാൻ വേണ്ടിയാണ് അവരെ പറഞ്ഞേച്ചത്. ഏതിന് ഇവനും കളിയാക്കുമ്പോഴാണ് ഡയറക്ടറും ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ രണ്ടുപേരും അനിയൻ ചേട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിലേക്ക് പോകുമ്പോഴാണ് മറ്റവന് ജിൻഹാന്റെ അസുഖം മാറാൻ വേണ്ടി ഒരു മാന്ത്രിക ബോക്സ് എടുത്ത് ഇങ്ങനെ കൊടുക്കും. ഇതോടെ ജിൻഹാനും ആ ക്യാരക്ടറായിട്ട് തുറന്നു നോക്കുമ്പോഴാണ് അകത്ത് താറാവുള്ളത്. അതോടെ അവനും പേടിച്ച് അത് ക്ലോസ് ചെയ്യുമ്പോഴാണ് മറ്റവനും ചോദിക്കുന്നത് എന്ത് പറ്റി, സ്റ്റാറായ ജിൻഹാന് താറാവിനെ കണ്ട പേടിയാണോ? ഏതിന്റെ ഇവൻ കളിയാക്കുമ്പോഴാണ് ജിൻഹാനും സാർ അസുഖം വന്ന വല്ല മെഡിസിൻ അല്ലേ കൊടുക്കുന്നത്, ഇതെന്തോ അകത്ത് താറാവുള്ള? ഏതിന്റെ ഇവൻ ചോദിക്കുമ്പോഴാണ് മറ്റവൻ ആക്കിയ രീതി പറയുന്നത്, എടാ ഇത് സാധാരണ താറാവൊന്നല്ല, മാന്ത്രിക താറാവാ, നീ ജസ്റ്റ് ഈ ബോക്സ് തുറന്നു നോക്കിയാൽ മതി, പേടിയാണെ പറ, നമുക്ക് ഡയറക്ടറിനോട് പറഞ്ഞ് മാറ്റാം. ഏതിന് അവനും ആക്കുമ്പോൾ ജിൻഹാൻ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ ആക്ട് ചെയ്യാന്ന് പറയും. അങ്ങനെ ഷൂട്ടിംഗ് കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ലീല അവിടെ തേജനോട് എന്തിനാ ഇവർക്കൊക്കെ ചാൻസ് കൊടുക്കാത്തതെന്ന് ചോദിക്കും. അപ്പോഴാണ് അയാളും ജിൻഹാൻ ആ സീനിന് അവരുണ്ടായ മാത്രമേ ആ ഫീല് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇവരെ വേണ്ടെന്ന് പറഞ്ഞ കാര്യം ഇവളോട് പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഇത് കേട്ട് അവളും ദേഷ്യത്തി, ഓ അപ്പൊ നീ കാരണം എനിക്കിന്ന് ചാൻസ് കിട്ടാത്ത. ഏതിന് അവളും ദേഷ്യത്തിരിക്കും. അതിനുശേഷം ജിൻഹാനും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ബോഡി ഗാർഡ് നോക്കുമ്പോൾ കുറച്ച് റിപ്പോർട്ടേഴ്സ് ഒക്കെ ഇവരെ ഇങ്ങനെ ഫോളോ ചെയ്ത് തരും. അങ്ങനെ ഇത് കണ്ട് ബോഡി ഗാർഡും വേറെ സ്ഥലത്തേക്ക് കാർ ചെന്ന് നിർത്തിയിട്ട് അവനോടൊന്ന് പറയും, എടാ ജിൻഹാൻ ചുമ്മാ അതല്ല അവരൊക്കെ നമ്മൾ ഫോളോ ചെയ്ത, നമ്മുടെ കാറിനകത്ത് കുറെ ട്രാക്കേഴ്സ് ഉണ്ടായിരുന്നു. എന്ന് ബോഡി ഗാർഡ് പറയുമ്പോഴാണ് അവനത് കണ്ടുടനെ പെട്ടെന്ന് ദേഷ്യം വരാൻ തുടങ്ങും. അപ്പനാണ് ബോഡി ഗാർഡ് ആ കാർ അടിച്ചിട്ട്, എടാ എന്തോ ആലോചിക്കുന്ന, നീ ആദ്യം വീട്ടിൽ പോയിക്കോ, ഈ കാര്യം ഞാൻ നോക്കിക്കോളാം. ഏതിന് അവനെ പറഞ്ഞേക്കും. അതേസമയം സാക്ഷിയും ജിൻഹാന്റെ ഷൂട്ടിംഗ് ലീക്കായ ഫോട്ടോസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾക്കൊരു ഫോൺ കോൾ വരുന്നത്. ഇത് കണ്ട് അവൾ ആരാന്ന് പറഞ്ഞ് ഫോൺ എടുക്കുമ്പോൾ വിളിച്ചേക്കുന്ന ജിൻഹാൻ. അങ്ങനെ അവനും പനിക്ക് ഗുളിക എന്നതിന് താങ്ക്സ് പറയുമ്പോഴാണ് ഇത് കേട്ട് അവൾക്ക് വിശ്വസിക്കാൻ വയ്യാതെ, ജിൻഹാൻ നീ തന്നെയാണോ ഇത്? ഏതിന് അവൾ ഷോക്കാകുമ്പോഴാണ് അവനും, ആ പിന്നെ സാക്ഷി നിന്റെ വീട്ടിന്റെ പുറത്ത് ഞാൻ ഒരു സാധനം വെച്ചിട്ടുണ്ട്, നീ അത് എടുക്കാൻ മറക്കല്ല. ഏതിന് അവനും പറഞ്ഞോടെ ഇവള് സന്തോഷത്തി ഗിഫ്റ്റോ? എന്നിന് അവൾ സന്തോഷത്തി ഓടിച്ചെന്ന് ഡോർ ഇറക്കും. അപ്പോഴാണ് അവിടെ ഒന്നും കാണത്തില്ല, കാരണം അത് അവളുടെ വാതിൽ തൂക്കിയിട്ടേക്കുക. ഇത് മനസ്സിലാകാതെ അവളും തിരിഞ്ഞു വന്ന് നോക്കുമ്പോഴാണ് അവിടെ ഇവള് ചോദിച്ച പോലെ ഒരു ഓട്ടോഗ്രാഫും കൂടെ അവനിങ്ങനെ തന്നേക്കും. അതോടെ അവൾ സന്തോഷിച്ച് നിലവിളിക്കുന്ന സൗണ്ടൊക്കെ ഇവൻ അകത്തിരുന്ന് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ജിൻഹാൻ ഒരു പരസ്യത്തെ ആക്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് ഇന്നലെ ഇവൻ അവൾ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തോണ്ട് അവൾ കഴിക്കാൻ വേണ്ടി ലഞ്ച് എടുത്ത് വെച്ചേക്കും. അങ്ങനെ അത് എടുത്തോണ്ട് അവന് സന്തോഷത്തിൽ ഷൂട്ടിംഗ് പ്ലേസിലേക്ക് പോകുമ്പോഴാണ് അവിടെ തന്നെ ലീലയും കാണും. പക്ഷെ അവൾക്ക് വേറെ ഗെറ്റപ്പ് ഇട്ട് കൊടുത്തോണ്ട് ഇവൻ ആക്ട് ചെയ്യുന്നത് കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഈ പരസ്യം എടുക്കുന്ന ഡയറക്ടറും നമ്മുടെ ജിൻഹാൻ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയ ആക്ടർ ആയതുകൊണ്ട് അസൂയ കുറെ കാണും. അതുകൊണ്ട് ഇവനെ കൊണ്ട് കോഫി കുടിപ്പിക്കുന്ന ആ പരസ്യം അയാൾ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് ഓരോ പ്രാവശ്യം റീറ്റേക്ക് അടിപ്പിച്ച് ഇവനെ കുറെ ഇങ്ങ് കുടിപ്പിക്കും. അതോടെ കഷ്ടപ്പെട്ട് എല്ലാം കുടിച്ചേർത്തിട്ട് അവസാനം അവൻ വൊമിറ്റ് വരുമ്പോഴാണ് അതേസമയം ലീലയും ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് അവളുടെ കോസ്റ്റ്യൂം ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഇവനിങ്ങനെ വൊമിറ്റ് ചെയ്യുന്നുണ്ട്. അവള് തെറ്റിയിരിക്കും, ഒരെണ്ണം കുടിച്ചിട്ട് അത് വൊമിറ്റ് ചെയ്ത് അപ്പൊ ഇവൻ പരസ്യത്തിന് വേണ്ടി ചുമ്മാ ആക്ട് ചെയ്യാന്ന് അവള് തെറ്റിയിരിക്കും. അതിനുശേഷം സ്കൂളിൽ ചെന്ന് അവൾ ഈ കാര്യം മൊത്തത്തിൽ പകർത്തും. അങ്ങനെ ബ്യൂട്ടി ക്ലബ്ബിൽ എല്ലാരും കൂടെ ഈ ഒരു കാര്യം എല്ലാരും അറിയണമെന്ന് പറഞ്ഞ് ജിൻഹാനെതിരായിട്ട് ഒരു പ്ലാൻ നടത്തും. അപ്പോഴാണ് ഇതൊക്കെ ഒരാളൊന്ന് കട്ട ഫാനായിട്ട് നമ്മുടെ സാക്ഷിക്ക് ഇൻഫോർമേഷൻ ഷെയർ ചെയ്യും, ഇന്ന് ജിൻഹാനെതിരായിട്ട് എന്തോ അല്ല പ്ലാൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പോഴാണ് അത് വായിച്ചു നോക്കിയിട്ട് സാക്ഷിയും ഇതാരാ പറഞ്ഞെന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അവിടെ കാര്യം കാണത്തില്ല. അതിനുശേഷം അവളും ക്ലാസ്സിലേക്ക് ചെന്നിട്ട് ടെൻഷനായിട്ടിരിക്കും. ജിൻഹാനെതിരായിട്ട് ഇതുവരെ ഒന്നും സംഭവിച്ചില്ലെന്ന് അവളും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ടീച്ചർ അതേസമയം ഒരു ക്വസ്റ്റ്യൻ ബോർഡിനകത്ത് എഴുതിയിട്ട് അത് ഇവര് ആരെയിലൊക്കെ ഒരാൾ ആൻസർ ചെയ്യാൻ പറയും. പക്ഷെ ഒറ്റരുത്തം പോലെ അനങ്ങത്തില്ല. ഇത് കണ്ട് ടീച്ചറും ദേഷ്യത്തിരിക്കുമ്പോഴാണ് ലീലയും ബ്യൂട്ടി ക്ലബ്ബിൽ ഇരിക്കുന്ന അവളുടെ കൂട്ടുകാരോട് പറയും, എടി പെട്ടെന്ന് പുറത്തു വെക്കുക, നമുക്ക് പ്ലാൻ നടത്തണം. ഏതിന് അവൾ സിഗ്നൽ അടിക്കുമ്പോഴാണ് അവളുടെ കൂട്ടുകാരെയും കൈവെക്കുന്നത്. ഇത് കണ്ട് ടീച്ചറും, സുൻഷിൻ നിനക്ക് ആൻസർ അറിയാവോ, കൊള്ളാല്ലേ, വന്ന് ആൻസർ എഴുതിക്കുക. ഏതിനെ ടീച്ചർ വിളിക്കുമ്പോഴാണ് അവളും, അല്ല ടീച്ചറെ ഞാൻ ആൻസർ അറിയാന്നുണ്ടല്ലേ കൈവൊക്കിയ, എനിക്ക് വയറുവേദന എടുക്കുന്നു, ഞാൻ വിചാരിക്കുന്നു എനിക്ക് മറ്റേ സമയമായെന്ന്, ഞാനിന്ന് മെഡിക്കൽ റൂമിൽ പോട്ടെ. ഏതിന് അവൾ ചോദിക്കുമ്പോഴാണ് ടീച്ചറും, ആ ശരി പോയിക്കോ. ഏതിന് അവളും കള്ളം പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടും. അപ്പോഴാണ് ഇതിന്റെ സംശയം, ഓ ബ്യൂട്ടി ക്ലബ്ബിൽ ഓരോരുത്തരായിട്ട് പോയി തുടങ്ങി, ഇവർ ജിൻഹാനെതിരായിട്ട് എന്തോ ചെയ്യാൻ പോവുക. ഏതിന് അവളും പെട്ടെന്ന് കൈവെക്കും. അപ്പോഴാണ് ടീച്ചറും, സാക്ഷി ഈ തവണ ആൻസർ അറിയാതെ ചുമ്മാ കൈവെക്കിയല്ല, അടിച്ച് ഞാൻ നിന്നെ പൊട്ടിക്കും. അല്ല ടീച്ചറെ എനിക്കും വയറുവേദന എടുക്കുന്നു, ഞാനൊന്ന് പോയിട്ട് വരട്ടെ. ഏതിന് അവള് മറ്റവളെ ഫോളോ ചെയ്തു പോകും. അപ്പോഴാണ് പുറത്ത്
പുറത്ത് ആ സുൻഷീനും ബ്യൂട്ടി ക്ലബ്ബിലെ വേറൊരു പെണ്ണായിട്ട് സംസാരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇവൾക്ക് സംശയം വരും. അതോടെ അവള് നൈസിന് അവരെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോകും. അപ്പരാണ് ഇതെല്ലാം കണ്ട് നമ്മളെ ഷെങ്ങും കൈവെക്കുന്നത്. അപ്പരാൻ ടീച്ചറും എടാ യൂഷങ് അവരെ പോലെ നിനക്കും വയറെന്നെ എടുക്കുന്ന പറയല്ലേ, നീ ഒരു ആൺകുട്ടിയാ. ഏതിനെ ടീച്ചർ അവനെ കളിയാക്കുമ്പോഴാണ് അവനും ചിരിച്ചിട്ട് അല്ല ടീച്ചർ ഞാൻ അതിനല്ല കൈവെക്കുക, ഞാൻ ഒരാളെ സജസ്റ്റ് ചെയ്യാം. നമ്മുടെ ക്ലാസ്സിലെ ബ്രില്യന്റ് സ്റ്റുഡന്റ് ജിൻഹാൻ, ടീച്ചറിന് ഈ ആൻസർ ഒന്ന് സോൾവ് ചെയ്ത് കൊടുക്കടാ. നമ്മുടെ ക്ലാസ് ഇവനല്ലേ മാത്സിന് ലീഡറായിട്ട് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ചെറിയ കണക്ക് പോലെ അവനെങ്ങനെ അറിയായിരിക്കും. ജിൻഹാൻ പോയി മാസം കാണിക്ക്. ഏതിന് അവനെ കുടിക്കിലാക്കുമ്പോഴാണ് ഇത് കണ്ട് അവൻ എഴുന്നേറ്റ് ടീച്ചറെ നമുക്ക് ഷെങ്ങിനെ കൊണ്ട് ആൻസർ എഴുതിപ്പിക്കാം, അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും ഇത്രയും തെറ്റായിട്ടുള്ള ആൻസർ ഒന്നും നമ്മൾ ആരും എഴുതല്ലെന്ന്. ഏതിന് ഇവനാക്കുമ്പോഴാണ് അവനും ഡാടാടാ എന്തോ പറയുന്നത്, ഞാൻ എഴുതുന്ന എപ്പോഴും പൊട്ടത്തരുന്നാണോ നീ പറയുന്നത്, കാണിച്ചു തരാളെ ഞാൻ ആരെന്ന്. ഈ സിമ്പിൾ ആൻസർ പോലും എനിക്കറിയത്തില്ല നീ വിചാരിച്ചോ. ഏതിനെ വീണ്ടും ജിൻഹാന്റെ ട്രിക്ക് വീണുപോയി അവൻ ആൻസർ ചെയ്യാൻ വേണ്ടി പോകും. അപ്പൊ ഞാൻ ടീച്ചർ ഇത് കണ്ടിട്ട് ഇവന്റെ കൂടെ ജിൻഹാനും കൂടെ ആൻസർ എഴുതാൻ പറയും. അങ്ങനെ മാസമായിട്ട് ഷെങ്ങും ആൻസർ നിറഞ്ഞ് ബോർഡിനകത്ത് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോഴാണ് അതിന് മുമ്പേ തന്നെ ജിൻഹാൻ ആൻസർ ചെയ്ത് തുടങ്ങും. അപ്പോഴാണ് ഇത് കണ്ട് അവനും ഇവനെല്ലാം അറിയാൻ തോന്നില്ല, അതുമൊക്കെ അങ്ങ് എഴുതി വെച്ചാലോ. ഏതിന് അവന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജിൻഹാൻ ഇത് മനസ്സിലാക്കി എടാ യൂഷങ് എന്നെ നോക്കിയാണെ കോപ്പി അടിച്ചോ, ഞാനൊന്നും പറയത്തില്ല. ആരാടെ കോപ്പി അടിക്കുന്നത്, ഞാൻ നിന്നെ നോക്കിയതാ നീ എന്ത് പൊട്ടത്തിൽ എഴുതുന്നതെന്ന്, എനിക്ക് ആൻസർ അറിയത്തില്ലെങ്കിൽ പോലും ഞാൻ നിന്നെ കോപ്പി അടിക്കലാടാ. എന്ന് അവൻ പറയുമ്പോഴാണ് ടീച്ചറും യൂഷങ് നിനക്ക് തെറ്റായ ആൻസർ പോലും എഴുതാൻ അറിയത്തില്ലല്ലേ, വെറുതെ ഇവിടെ നിന്ന് ബാക്കിയുള്ള ഡിസ്റ്റർബ് ചെയ്യണ്ട പോയിരുന്നാ മോൻ. ഏതിനെ ടീച്ചർ പറയുമ്പോഴാണ് അവനും ചിരിച്ചിട്ട് ടീച്ചറെ നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ല, ഞാൻ തെറ്റായ ആൻസർ എഴുതി പിള്ളേർക്ക് റോങ് ആയിട്ടുള്ള ആൻസർ എടുക്കുന്നില്ല, കാരണം അവർക്കെല്ലാം എന്നെയാണ് വിശ്വാസം. അതുകൊണ്ട് ഞാൻ തെറ്റായിട്ട് ആൻസർ എഴുതിയാൽ അവർ കറക്റ്റ് ആയിട്ട് അത് വിചാരിക്കും. ആണോ എങ്കിൽ പിന്നെ നല്ലോണം പഠിച്ച് കറക്റ്റ് ആയിട്ട് ആൻസർ എഴുതി കൊടുക്കാത്തത്, നിനക്ക് ഇവിടുത്തെ വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സീറ്റ് വേണ്ട, അത് പഠിച്ചാലേ പറ്റത്തുള്ളൂ. ഏതിനെ ടീച്ചർ ആയി പറയുമ്പോഴാണ് അവനും എടാ കേട്ടോടെ ജിൻഹാൻ, ഞാൻ പഠിച്ചാലേ എന്നെ കൊണ്ട് ഇവിടുത്തെ വലിയ യൂണിവേഴ്സിറ്റി ചേരാൻ പറ്റും, അതിനർത്ഥം ടീച്ചർ ഉദ്ദേശിക്കുന്ന എനിക്ക് അത്രയും കഴിവുണ്ടെന്ന. ഏതിന് അവനും പറഞ്ഞിട്ട് മാസമായിട്ട് നടന്ന സീറ്റ് ഇരിക്കും. അതേസമയം സാക്ഷി അവരെ ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് അവരവിടുന്ന് ജിൻഹാൻ വൊമിറ്റ് ചെയ്ത ഫോട്ടോയൊക്കെ അവനെതിരായിട്ട് ഒട്ടിച്ചുകൊണ്ടിരിക്കും. ഇത് കണ്ട് അവൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവരുടെ പേടിച്ച് ഇവളുടെ നോട്ടീസ് കൊടുത്തിട്ട് അങ്ങ് പോകും. അതിനെ ഇവളും ദേഷ്യത്തി എടി നിനക്കൊന്നും നാണമാനില്ല, അവനെ കളിയാക്കാൻ വേണ്ടി എന്തൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കുന്നത്. ഏതിന് ഇവളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നത്. ജിൻഹാൻ ഈ ഫോട്ടോയ്ക്കകത്ത് കാണാൻ കൊള്ളാല്ലേ, നല്ല റിച്ച് ലുക്ക് ഉണ്ട്. ഏതിന് ആ സൗണ്ട് കേട്ട് ഇവളും പിന്നല്ലാതെ നിങ്ങൾ ജിൻഹാന്റെ ഫാനാണോ. എന്നിട്ട് ഇവള് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവിടെ നിൽക്കുന്ന പ്രിൻസിപ്പള്. അതിനേശ് അവള് പൊക്കെ എടുത്തോണ്ട് പോകും. അതിനേശ് ഈ മാതിരി പോസ്റ്ററൊക്കെ ഒട്ടിച്ചത് സാങ്ഷാന്ന് പ്രിൻസിപ്പൾ തെറ്റിരിക്കുമ്പോഴാണ് അവളല്ലെന്ന് പറയാൻ നോക്കും. പക്ഷെ അതൊന്നും ഇവരെ ആക്കത്തില്ല. അപ്പരാണ് ടീച്ചറും ദേഷ്യത്തി പഠിക്കാതെ നീ അപ്പൊ ഇതിനാണ് പുറത്തുപോയെന്ന് പറഞ്ഞ് സാക്ഷി വഴക്കുറയും. അപ്പരാണ് പ്രിൻസിപ്പൾ ഇവരെ സമ്മാനപ്പെടുന്നത്. സാക്ഷി നിനക്ക് അവനോട് ഇത്രയും വിരോധം ഉണ്ടെങ്കിൽ അത് നേരിട്ടങ്ങ് അവനോട് സംസാരിച്ച പോലെ, നിങ്ങൾ തമ്മിൽ പ്രശ്നമൊക്കെ സോൾവ് ആക്കണം, ഇങ്ങനെ പോസ്റ്റർ ഒന്നും ഒട്ടിക്കല്. ജിൻഹാൻ സാക്ഷി രണ്ടുപേരും കൈ കൊടുത്ത. ഏതിനെ സാറ് പറയുമ്പോഴാണ് അവള് മനസ്സിൽ വിചാരിക്കുന്നത് ഞാനല്ലല്ലോ ഈ പോസ്റ്റർ ഒട്ടിച്ച, ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും. ഏതിന് ഇവള് വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവൻ അവളെ കണ്ടിട്ട് എന്തുവാ നിനക്ക് സമാനമുണ്ട്. ഏതിന് അവൻ കൈ നീട്ടിക്കുമ്പോൾ ഇവളും പെട്ടെന്ന് ജിൻഹാന്റെ കൈ ടച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് അവളിങ്ങനെ അടുത്തേക്ക് പോകും. അതോടെ അവനും കൈയെടുത്തങ്ങ് മാറ്റും. അതിനുശേഷം ക്ലാസ്സിൽ ചെന്ന് ഇവളെല്ലാം പോസ്റ്റർ ഇട്ടിച്ചെന്ന് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാര്യമൊക്കെ അറിഞ്ഞ് ഷെങ്ങും അവളെ ഞോണ്ടും. കൊള്ളാലെ കിങ് കോങ്, ഞാൻ വിചാരിച്ച് നീ അവന്റെ കട്ട ഫാനാന്ന്, എനിക്കിപ്പോഴാ മനസ്സിലായ നീ അവരുടെ സ്ലീപ്പർ സെല്ലല്ല. നിങ്ങളുടെ ഐഡലിനെ ഒരു പ്രാവശ്യം ഇഷ്ടപ്പെടാതെ പോയാൽ ഏത് ലെവലിൽ ഇറങ്ങി അവരെ അങ്ങ് ആക്കിയിടും. എനിക്കത് ഇഷ്ടപ്പെട്ട്. എന്നിന് ഇവനും പറയുമ്പോഴാണ് അവളും ദേഷ്യത്തി എന്തുവാണ് നീ പറയുന്നത്, ഞാൻ ഇന്നലെ ഈ പോസ്റ്റർ ഒട്ടിച്ച. കുഴപ്പമില്ല കിങ് കോങ്, എവിടെ നിന്ന് നീ ഫോട്ടോ എടുത്ത, അവന്റെ ഫാൻ പേജിൽ നിന്നാണോ. ഏതിന് ഇവനും ചോദിക്കുന്നതായിട്ട് ജിൻഹാൻ അവിടെ നേരിട്ട് വന്ന് നോക്കും. അപ്പരാണ് ഇവളും ജിൻഹാൻ സത്യമായിട്ട് ഞാനല്ല. ഏതിന് ഇവളും പറയുമ്പോ തന്നെ അവൻ മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോകും. അപ്പരാണ് ഷെങ് അവളെ തെരഞ്ഞെടുത്തിട്ട് എടി നീ ആന്റി ഫാൻ ആണോ, അതായത് ഫാനിനെ പോലെ ആദ്യമൊക്കെ ആക്ട് ചെയ്യും പക്ഷെ കറക്റ്റ് സമയത്ത് അവർക്കെതിരായിട്ട് നിന്ന് മാസം കാണിക്കും, ആ ടൈപ്പ് അല്ലേ നീ, പോളി പോളി പോളി, ഒന്നും പറയാനില്ല, മാസ്റ്റർ മൈൻഡാ നീ. എന്നിന് ഇവനും കുറച്ച് എനർജി കൂട്ടി കൊടുക്കുമ്പോ തന്നെ അവളും ദേഷ്യത്തി ഞാനിന്ന് ആന്റി ഫാൻ അല്ലെന്ന് അവനോട് തർക്കിച്ചോണ്ടിരിക്കും. അപ്പരാണ് ഇതിന്റെ എല്ലാം പുറയുള്ള ലീല എല്ലാം കേട്ടോണ്ടിരിക്കുന്നത്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് അവളുടെ ബ്യൂട്ടി ക്ലബ്ബുമായിട്ട് സാങ്ഷിയോടൊന്ന് സംസാരിക്കും. അപ്പരാണ് അതേസമയം വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജിൻഹാന് ബ്യൂട്ടി ക്ലബ്ബും സാങ്ഷിയായിട്ട് എന്താ വഴക്കിടക്കുന്ന പോലെ സ്റ്റുഡൻസ് ഒക്കെ സംസാരിക്കുന്ന അവൻ കേൾക്കും. അതേസമയം ഇവരെല്ലാരും കൂടെ സാക്ഷിക്ക് താങ്ക്സ് പറയും. ഇവരൊട്ടിച്ച പോസ്റ്റർ സാക്ഷിയുടെ തലയിലായതുണ്ട്. അപ്പരാണ് അവളും ദേഷ്യത്തി നിങ്ങളൊക്കെ എന്തിനാ ജിൻഹാൻ എതിർക്കുന്നത്, അവൻ കുറെ കോഫി ഓടിച്ചോണ്ടാ അതെല്ലാം വൊമിറ്റ് ചെയ്ത്, അല്ല നിങ്ങൾ പറയുന്ന പോലെ അവൻ പരസ്യത്തിന് വേണ്ടി ചുമ്മാ കുടിക്കുന്ന പോലെ ആക്ഷൻ കാണിക്കുമല്ല. എന്നിട്ട് ഇവളും തർക്കിക്കുമ്പോഴാണ് ഇത് കേട്ട് ലീല അവരെല്ലാരും കൂടെ ഓ പിന്നെ അവനെ കുറിച്ച് നീ അങ്ങനെ വിശ്വസിച്ചേക്കുക, നീ അവന്റെ കട്ട ഫാനായിട്ടും അവൻ നിന്നെ പോലെ വിശ്വസിച്ചില്ലല്ല, സത്യത്തിൽ അവൻ അറിയാവോ നീ അവന്റെ ഒരു ബിഗ് ഫാനാന്ന്. ഏതിന് ഇവരൊഴിക്കുമ്പോഴാണ് അവിടേക്ക് ജിൻഹാനും വരുന്നത്. എനിക്കറിയാം ഏതിന് അവനും വന്ന് സാക്ഷിക്ക് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇത് കേട്ട് അവനെ ഷോക്കായി എടി ഇവൻ എന്ത് ഇവിടെ ചെയ്യുന്നത്, ഇവൻ സത്യം അറിഞ്ഞോ സാക്ഷി അല്ല അതൊക്കെ ചെയ്തെന്ന്. ഏതിന് ഇവരൊക്കെ കൺഫ്യൂസ് ആയിരിക്കുമ്പോഴാണ് അവനൊന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. സാക്ഷി എന്റെ കട്ട ഫാനാന്ന് എനിക്കറിയാം, അതുകൊണ്ട് അവൾ ഇതേപോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല, അതുകൊണ്ട് ചെയ്ത ആളിനെതിരെ എനിക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം, ഒരേശ ജയിലിൽ പിടിച്ചിടുമായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് കുറെ പൈസ ചോദിച്ചു വാങ്ങിക്കാൻ പറ്റും എനിക്കെതിരായിട്ട് ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്തത്. എന്നിട്ട് ഇവന് ലോയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ തന്നെ അവൻ നൈസിന് അവിടെ നിന്ന് സ്ഥലം വിടും. അപ്പോഴാണ് ഇതെല്ലാം കണ്ട് സാക്ഷിയും
ജിൻഹാൻ നീ എനിക്ക് സപ്പോർട്ടിനാണ് ഇവിടം വരെ വന്ന്, അപ്പൊ നിനക്ക് വിശ്വാസമായ ഞാനല്ല ചെയ്തേന്ന്. ഏതിന് ഇവള് സന്തോഷപ്പെടുമ്പോഴാണ് അവൻ അവളെ കണ്ടിട്ട് അതിന് നിന്ന് ഇങ്ങനെ റിയാക്ഷൻ കൊടുക്കുന്നത്, എങ്കിൽ പിന്നെ ഞാൻ വീട്ടിൽ പോവാ. ഏതിന് അവൻ പോകുമ്പോഴാണ് അവളും ഞാനും വരുന്നത്. ഏതിന് അവള് കൂടെ പോകാൻ നോക്കും, അപ്പനാണ് അവൻ അവളെ തടഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിലേക്കാ പോകുന്നത്, അതുകൊണ്ട് നീ എന്നെ ഫോളോ ചെയ്യല്. ഏതിന് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവരുടെ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് സാങ്ഷിയുടെ അമ്മയും അവരുടെ ഫ്ലാറ്റിന്റെ പുറത്തുനിന്ന് വേസ്റ്റ് അടിക്കാൻ വേണ്ടി എല്ലാ റൂമിലേക്കും വേസ്റ്റോടുള്ള സംഭവമൊക്കെ റെഡിയായി കൊടുക്കും. അപ്പനാണ് സാങ്ഷി ഇത് വാങ്ങിച്ച് ജിൻഹാന്റെ റൂമിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ അവന്റെ ആ നോട്ടീസ് കൊടുത്തിട്ട് വേസ്റ്റ് ഇടാൻ വേണ്ടി സാധനം കൊടുക്കുമ്പോഴാണ് അവൾ ഈ ചാൻസ് യൂസ് ചെയ്ത് അവന്റെ വീട്ടിന്റെ അകത്തേക്ക് കയറാന്ന് വിചാരിക്കും. പക്ഷെ അവനൊന്നും പറയാതിരിക്കുന്നിട്ട് ഇവളത് കൊടുത്തിട്ട് പോകുമ്പോഴാണ് അവനും പെട്ടെന്ന് അവളെ വിളിച്ചിരുത്തി, സാങ്ഷി നിനക്ക് മീറ്റ് ഫ്രൈ ആയി അറിയോ, ഞാൻ ഉണ്ടാക്കിയതാ, കരിഞ്ഞുപോയി. ഏതിന് അവളെയും വിളിച്ചോണ്ട് പോകും. അപ്പനാണ് അവൾ അതെല്ലാം കണ്ടിട്ട്, ജിൻഹാൻ ഇതൊക്കെ നീ ഉണ്ടാക്കിയതാണോ, മൊത്തത്തിൽ എല്ലാം വേസ്റ്റ് ആയി പോയല്ലേ. ഏതിന് ഇവള് നോക്കുമ്പോഴാണ് അവനും, അതോ ഈ ബുക്കിനകത്ത് നോക്കിയതാ, അന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇത് എന്നെ പോലെ പാചകം അറിയാത്തായാലും എഴുതിയെന്ന് തോന്നുന്നു, ഇതിനകത്ത് കിടക്കുന്ന എല്ലാം തെറ്റാ. ഏതിന് അവനും ചെയ്യാറിയാതെ കഷ്ടപ്പെടുന്നുണ്ട്. സാങ്ഷി അവനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അവൻ ഇഷ്ടപ്പെട്ട പോലെ മീഡിയം ആയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചേക്കെന്ന് പറയുമ്പോഴാണ് അവൻ ഇത് കേട്ട് ഷോക്കായി, നിനക്കെങ്ങനെ അറിയാം എനിക്ക് മീഡിയം ഫ്രൈ ചെയ്താൽ ഇഷ്ടപ്പെടത്തുള്ളെന്ന്. ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും, ഓ എന്റെ ഐഡലിനെ കുറിച്ച് എനിക്ക് ഇതുപോലെ അറിയത്തില്ല, നിനക്ക് ഇഷ്ടപ്പെടാത്ത എല്ലാം എനിക്കറിയാം, ബിക്കോസ് ഞാൻ നിന്റെ കട്ട ഫാനാ. ഏതിന് അവളും പറയുമ്പോഴാണ് ഇവൻ കഴിക്കാൻ പോകുന്നുണ്ട്. അവളും ചെറുതായിട്ട് വെള്ളം ഇറക്കും. അപ്പനാണ് ഇത് മനസ്സിലാക്കി അവന് വേണ്ടി ഒന്നും കൂടെ ഉണ്ടായിക്കൊണ്ടുവരാൻ പറയും. അതോടെ അവളും പെട്ടെന്ന് വേറൊരു പ്ലേറ്റ് ആ ഫുഡ് എടുത്ത് കൊണ്ടുവരുമ്പോഴാണ് അവനത് വാങ്ങിച്ചിട്ട്, ഓ ഇത് കൊള്ളത്തില്ല, ഇത് നീ തന്നെ കഴിച്ചോ. ഏതിന് അവൾക്ക് കഴിക്കാൻ വേണ്ടി അവനങ്ങനെ കള്ളം പറയും. അതിനുശേഷം അവളും കിട്ടിയ ചാൻസ് എന്ന് പറഞ്ഞ് അവന്റെ കൂടെ ഇരുന്ന് ഒരുമിച്ച് ഫുഡ് കഴിച്ചോണ്ടിരിക്കും. അങ്ങനെ സ്വപ്നത്തിൽ അവനിവൾക്ക് ഫുഡ് വാരി കൊടുക്കുന്ന പോലെ സന്തോഷത്തിൽ ഡ്രീമും കണ്ട് ചിരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവൻ അവളെ നോക്കിയിട്ട്, സാങ്ഷി നിന്റെ വായിന്നൊക്കെ വെള്ളം ഇറങ്ങിയിരുന്നു, ഈ ടിഷ്യൂ വെച്ച് തുടച്ചു കളഞ്ഞു. ഏതിന് ഇവനും പറഞ്ഞോടെ അവളും ചമ്മിപ്പോയി അതൊക്കെ തുടച്ചു കളയും. അതിനുശേഷം അവളും കഴിച്ചിട്ട് ആ പാത്രം കഴിയാൻ വേണ്ടി പോകുമ്പോഴാണ് ജിൻഹാൻ അത് വാങ്ങിച്ചു വെച്ചിട്ട് അവൻ കഴുകിക്കോളാന്ന് പറയും. ഇതൊക്കെ കണ്ട് അവൾ സന്തോഷത്തി, ഹോ എന്റെ ഐഡലിനെ ഞാൻ സ്നേഹിക്കുന്നതിൽ തെറ്റേ ഇല്ല, അവനൊരു ജെന്റിൽമാനാ. ഏതിന് അവളും പറഞ്ഞിട്ട് ആ വീട് ഫുള്ളും ചുറ്റി നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.